ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഡൊമിനിക് എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത മമ്മൂട്ടി സിനിമയാണല്ലോ ബസൂക്ക. സിനിമയുടെ ഏറ്റവും പുതിയ ഒരു പോസ്റ്റർ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ്. വിഷു റിലീസായിട്ട് ഏപ്രിൽ 10-ാം തീയതിയാണ് മമ്മൂട്ടിയുടെ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഇനി കൃത്യം 50 ദിവസങ്ങൾ മാത്രം ബാക്കി. മെഗാ സാഗ 50 ഡേയ്സ് എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഇന്ന് ഏറ്റവും പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ ബസൂക്കയുടെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 28-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ്. ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനെത്തിയ ആട് ജീവിതം എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു നിരാശാജനകമായ അപ്ഡേറ്റ് ബ്ലസിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആട് ജീവിതം ഒരു നഷ്ടമാണ്, ഇനിയും സിനിമ ലാഭകരമായിട്ടില്ല എന്നാണ് ബ്ലസി ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ആട് ജീവിതം എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ലഭ്യമായത് വലിയ പ്രതികരണങ്ങൾ, മികച്ച അഭിപ്രായങ്ങളോടൊപ്പം തന്നെ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയായിരുന്നു. 160 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസും 80 കോടിക്കടുത്ത് കേരള ഗ്രോസ് വന്നിട്ട് പോലും ആട് ജീവിതം നഷ്ടമാകാനുള്ള കാരണം സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. 82 കോടിയാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് വന്നത്. 2018 മുതൽ 2022 വരെ ഷൂട്ടിംഗ് നടന്ന വിവിധ കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് നടന്ന സിനിമയ്ക്കായിട്ട് കോവിഡ് കാരണങ്ങളാൽ ജോർദാനിൽ 2 മാസം സിനിമയുടെ അണിയറ പ്രവർത്തകർ ലോക്കാക്കപ്പെട്ടപ്പോൾ അന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ചെലവ് വന്ന തുക പോലും സിനിമയുടെ ബഡ്ജറ്റിലാകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആട് ജീവിതം ഓവർ ബഡ്ജറ്റ് ആയതാണ് സിനിമ ഇപ്പോഴും ലാഭകരമല്ലാത്തത് എന്ന് മനസ്സിലാക്കുന്നു. OTT-യിൽ നെറ്റ്ഫ്ലിക്സിലൂടെ തരംഗമായ സിനിമ ഇനിയും ടെലിവിഷൻ പ്രീമിയർ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് സിനിമ സ്വന്തമാക്കിയെന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സി കേരളമായിട്ടും ചർച്ചകൾ നടന്നു എന്നായിരുന്നു അവസാനമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട്. ആട് ജീവിതം എന്ന സിനിമ വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലും ബാൻ കൂടി കിട്ടിയ സിനിമയായിരുന്നു. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. അതോടൊപ്പം തന്നെ നല്ല കളക്ഷനും അർഹതയുള്ള കളക്ഷനും നേടിയെടുത്ത സിനിമയാണ്. പക്ഷേ സിനിമയുടെ ബഡ്ജറ്റ് കൊണ്ട് സിനിമ നഷ്ടമായി മാറുന്നു എന്നതാണ് അവസാനമായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്.